രണ്ടേ രണ്ട് ചേരുവ മതി ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാന് വെച്ച് ചൂടാകുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മാത്രം എടുത്തത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റ് കോക്കനട്ടാണ്. നമ്മളിപ്പോൾ പച്ച തേങ്ങയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ സമയം ഫ്രൈ ചെയ്യണം. അതിൻ്റെ ആ വെള്ളമയമൊക്കെ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഡെസിക്കേറ്റ് കോക്കനട്ട് ആയതുകൊണ്ട് കൂടുതൽ സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഇളക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല പൊടിച്ച ശർക്കരയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ശർക്കര ഉരുകി തേങ്ങേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിച്ച ശർക്കരയല്ല കയ്യിലുള്ളതെങ്കിൽ സാധാരണ ശർക്കര ഉരുക്കി പാനിയാക്കി ചേർത്താലും മതി. ശർക്കര പാനിയാക്കി ഒഴിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അതൊന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ പൊടിച്ച ശർക്കര എടുത്തുന്നേ ഉള്ളൂ. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇത് ടേസ്റ്റ് സൂപ്പറായിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി പഞ്ചസാരയും ഏലക്കാക്കുരുവും കൂടി പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ ശർക്കരേൻ്റെ വെള്ളമയം മാറുന്നത് വരെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കണ്ണൂർ ഭാഗത്ത് ഇതിന് ബണ്ടിയ എന്നുള്ള പേരാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്ത് പേരാന്ന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ വെള്ളമയമൊക്കെ മാറി കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ നല്ല ചൂട് മാറാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ നല്ല ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. ഇത് കാണുമ്പം കുറച്ച് ഡ്രൈ ആയതുപോലെ തോന്നും, പക്ഷേങ്കിൽ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള നെയ്യും ശർക്കരേൻ്റെ ആ പശിമയില്ലേ അതും എല്ലാം കൂടി നല്ല കറക്റ്റായിട്ട് നമുക്കിത് ബോളാക്കി എടുക്കാൻ പറ്റും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളിത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് എളുപ്പത്തിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയും ശർക്കരയും കൂടി വെന്ത ആ ഒരു മണമില്ലേ, നല്ല സൂപ്പറായിരിക്കും അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റിയായ കണ്ണൂർ സ്റ്റൈൽ ബണ്ടിയ റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.